നമ്മുടെ ഈ ഓൺലൈൻ അമ്മാവന്മാരുടെ അമ്മായിമാരുടെയും പ്രധാനപ്പെട്ട ഒരു സങ്കടമാണ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൂടുതൽ വന്ന് പറയുന്നൊരു കാര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിനക്ക് നാണമില്ല യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട്? നീ നിൻ്റെ മോൻ്റെ വീഡിയോ ഇട്ട് പണം സമ്പാദിക്കുന്നു, നിൻ്റെ ഭാര്യയുടെ വീഡിയോ ഇട്ട് പണം സമ്പാദിക്കുന്നു, കോമാളിത്തരം കാണിച്ച് പണം സമ്പാദിക്കുന്നു, ഇങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് കമൻറ്റുകൾ നമുക്ക് വരാറുണ്ട്. നമ്മൾ സ്ഥിരം കാണുന്നതാണ്. ഇത് ഞാൻ മാത്രമല്ല കേട്ടോ, പല യൂട്യൂബേഴ്സിനും വരുന്നൊരു കമൻറ്റാണ്. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ഇതിനൊന്ന് പറയാമേ. നെഗറ്റീവ് കമൻറ്റ് റിയാക്ഷനൊന്നുമില്ല, എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ്. ഇങ്ങനെ പറയുന്നവരോടും അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് ചാനലിൽ ഇങ്ങനെ കമൻറ്റുകൾ വരാറുണ്ട്. അപ്പം നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് ഒന്നും പിടിച്ച് പറിക്കാതെ, ഒന്നും മോഷ്ടിക്കാതെ, മറ്റുള്ളവർക്കൊരു ശല്യം ഉണ്ടാക്കാതെ, മറ്റുള്ളവർക്കാണെങ്കിലും ഒരു തരത്തിലും നഷ്ടം ഉണ്ടാക്കാതെ നമ്മൾ മാന്യമായിട്ട് പണം സമ്പാദിക്കുകയാണെങ്കിൽ അത് ഏത് വഴി കൂടെ ആയിക്കോട്ടെ, ആ പണം നമുക്ക് നല്ലതായിരിക്കും. അതിന് ഏത് തൊഴിൽ ചെയ്താലും ഒരു കുഴപ്പമില്ല. നമ്മൾ മനുഷ്യരുടെ കണ്ണിൽ അയ്യേ ഇങ്ങനത്തെ ജോലി എന്ന് തോന്നുന്ന പല ജോലികളുണ്ട്. അതെല്ലാം ചെയ്താലും നേരായ മാർഗ്ഗത്തിലാണ് നമ്മൾ പണം സമ്പാദിക്കുന്നത്. എനിക്കൊരു കുഴപ്പമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ ഹോസ്പിറ്റലിലെ ക്യാൻറ്റീനിൽ പാത്രം കഴുകാൻ വരെ നിന്നിട്ടുണ്ട്. ഓക്കെ, എനിക്ക് അതുപോലുള്ള സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ഞാൻ അന്തസ്സായിട്ട് പോയി ആ ജോലിയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. കൊട്ടിയം ഹോളി ക്രോസിലെ ക്യാൻറ്റീനിൽ എനിക്ക് 18 വയസ്സുള്ള സമയത്ത് ഞാൻ അവിടെ പാത്രം കഴുകാൻ 17 വയസ്സുള്ളപ്പോൾ, 17 വയസ്സുള്ളപ്പോൾ ഞാൻ അവിടുത്തെ ക്യാൻറ്റീനിൽ പാത്രം കഴുകാൻ നിന്നിട്ടുണ്ട്. അവിടുത്തെ മേശ തുടയ്ക്കാൻ വേണ്ടി ഞാൻ നിന്നിട്ടുണ്ട്. എനിക്കിതൊന്നും ഒരു അന്തസ്കൂറവായിട്ട് തോന്നിയിട്ടില്ല. അതുപോലെ തന്നെയാണ് യൂട്യൂബിൽ നമ്മളിടുന്ന വീഡിയോസിന് യൂട്യൂബിൽ നിന്ന് നമുക്കൊരു എമൗണ്ട്, നമ്മുടെ ഒരു സാലറി പോലെ നമുക്കൊരു എമൗണ്ട് നമ്മുടെ മാസം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കിട്ടുന്നതുകൊണ്ട്, അത് മേടിക്കുന്നതുകൊണ്ട് എന്താണ് നാണക്കേട്? ഞാൻ കക്കാൻ പോകുന്നില്ല, മോഷ്ടിക്കാൻ പോകുന്നില്ല, ആരുടെയും പിടിച്ചു പറിക്കാൻ പോകുന്നില്ല. ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതുകൊണ്ട് ആർക്കും ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല. പിന്നെ ആർക്കാണ് ഛേദം? എനിക്കത് അന്തസ്സുള്ള ജോലിയായിട്ടാണ് തോന്നുന്നത്. യൂട്യൂബിൽ ഞാൻ വീഡിയോ ഇടുന്നു, അതിൽ നിന്ന് എനിക്കൊരു ഇൻകം കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഹെൽപ്പ് ആവശ്യമായി വന്ന സമയത്ത് എനിക്ക് 2 തവണ നമ്മുടെ ചികിത്സയ്ക്ക് പൈസ ആവശ്യം വന്നു. 2 തവണ ഞാൻ ചോദിച്ചപ്പം ഒരുപാട് ആൾക്കാർ ദൈവത്തെ പോലെ വന്ന് നമുക്ക് സഹായിച്ചു. ഇതൊന്നും ചോദിച്ചാൽ എനിക്കും ഒരു നാണക്കേട് തോന്നില്ല. പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ വീഡിയോ ഇടുന്നതുകൊണ്ട്, എൻ്റെ വൈഫിൻ്റെ വീഡിയോ ഇടുന്നുണ്ട്, എൻ്റെ സ്വന്തം വീഡിയോ ഇടുന്നുണ്ട്, എൻ്റെ മക്കളുടെ വീഡിയോ ഇടുന്നതുകൊണ്ട് എനിക്കൊരു നാണക്കേടുമില്ല. അതെനിക്ക് ഇത്രയേ പറയുള്ളൂ. എനിക്കൊരു നാണക്കേടുമില്ല. ഞാൻ ആരുടെയും മോഷ്ടിക്കാനും പോകുന്നില്ല, പിടിച്ചു പറിക്കാനും പോകുന്നില്ല. പിന്നെ എന്നെ ഒരുപാട് പേര് ഒരുപാട് പേരല്ല, 3-4 പേര് ഉഡായിപ്പ് എന്ന് പറയുന്നത്. ആയിക്കോട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ ഉഡായിപ്പാണ്. എങ്ങനെയാണെങ്കിലും ആർക്കും ശല്യമില്ലാതെ, ആർക്കും ഒരു ദോഷം വരുത്താതെ, ആർക്കും ഒരു നഷ്ടം വരുത്താതെയാണ് ഞാൻ എൻ്റെ കുടുംബം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു കുഴപ്പമില്ല. എത്ര വേണമെങ്കിലും നിങ്ങൾ ഉഡായിപ്പെന്ന് വിളിച്ചോ, എത്ര വേണമെങ്കിലും പിച്ചക്കാരൻ എന്ന് വിളിച്ചോ, ദരിദ്രവാസി എന്ന് വിളിച്ചോ, എന്ത് വേണമെങ്കിലും വിളിച്ചോ, ഒരു കുഴപ്പമില്ല. ഞാൻ അന്തസ്സായിട്ടാണ് ജീവിക്കുന്നത്. കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും അന്തസ്സായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അതിലൊന്നും ഒരു വിഷമവും തോന്നില്ല. നിങ്ങൾ ധൈര്യത്തോടെ വിളിച്ചോ, സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്.